വനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ചാണ് വനനിയമ ഭേദഗതി പിൻവലിച്ചത്. അരാഷ്ട്രീയ സംഘടനകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും എ.കെ. ശശീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു. വന്യജീവി ആക്രമണം വർദ്ധിച്ചിട്ടും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ കുറ്റപ്പെടുത്തി. നിലമ്പൂരിൽ വനവാസി സ്ത്രീയെ കാട്ടാന കൊന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. മലയോര മേഖലയിലെ ജനങ്ങളോട് സത്യസന്ധതയില്ലാതെ സർക്കാർ പെരുമാറുന്നുവെന്ന അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ മാത്യു കുഴിനാടൻ MLA പറഞ്ഞു. മലയോര ജനതയ്ക്ക് വേണ്ടി കേരള കോൺഗ്രസ് എം ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ മാത്യു പ്രതിപക്ഷ നേതാവ് നടത്തുന്ന മലയോര ജാഥയിലേക്ക് മന്ത്രി റോഷി അഗസ്റ്റിനെ ക്ഷണിച്ചു. മലയോര മേഖലയുടെ വേദന അറിയാത്ത ആളാണോ അങ്ങ്? അങ്ങടക്കം അപ്രൂവ് ചെയ്തിട്ടല്ലേ? മുഖ്യമന്ത്രി അപ്രൂവ് ചെയ്യാതെ ഒരു കാരണവശാലും ഈ ബില്ല് പബ്ലിഷ് ചെയ്യില്ല എന്നിരിക്കെ മലയോര മേഖലയുടെ ശബ്ദം ദുർബലമായി എന്ന് മാത്രമല്ല സാർ, UDF ആയിരുന്നപ്പോ KM മാണി ഉണ്ടായിരുന്നപ്പോ മലയോര മേഖലയുടെ ജനയുടെ ശബ്ദം അധികാരത്തിന്റെ അകത്തളങ്ങളിൽ മുഴങ്ങുമായിരുന്നു. ജനങ്ങളെ വിശ്വാസത്തിലെടുത്താണ് വന നിയമ ഭേദഗതി പിൻവലിച്ചതെന്നും കേന്ദ്രത്തിന്റെയും കേരളത്തിലെയും നിയമത്തിൽ മാറ്റം വേണമെന്നും മന്ത്രി A.K. ശശീന്ദ്രൻ. ചർച്ച ചെയ്ത് പരിഹാരം കാണേണ്ട പ്രശ്നമാണെന്ന് ഞാൻ അംഗീകരിച്ചല്ലോ. പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ട് ഇന്നലെയോ മിനിയാന്നോ ഉണ്ടായ ഒരു സംഭവമോ ഇന്നോ നാളെയോ തീർക്കാൻ കഴിയുന്നൊരു പ്രശ്നമോ അല്ല. വളരെ ശാസ്ത്രീയമായി പരിശോധനകൾ നടത്തി യുക്തിസഹമായ തീരുമാനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോഴെന്താണ് ആലോചിക്കുന്നത്? ഈ പറയുന്ന 2 സ്ഥലങ്ങളിൽ ഏർലി വാർണിംഗ് സിസ്റ്റത്തിനുള്ള നടപടികൾ സ്വീകരിച്ചില്ലേ? സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ ക്ഷണിച്ചു കഴിഞ്ഞില്ലേ? ഏത് നടപടിയാണ് അവിടെ സ്വീകരിക്കാതിരുന്നത്? എന്നാലും ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു മരണവും ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കേണ്ടത്. ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. മാത്യു കുഴിനാടന് മറുപടിയുമായി റോഷി അഗസ്റ്റിനും രംഗത്തെത്തി. ഞാനത് മാത്യു കുഴിനാടൻ ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളെയും ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ എതിരിടുന്നൊരു സ്ഥിതിയോ നയമോ സ്വീകരിക്കുന്ന സാഹചര്യമായിരുന്നില്ല ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ടത്. ഇത് ഭരണപക്ഷത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ മേഖലയിൽ മാത്രം സംഭവിക്കുന്നതല്ല ആക്രമണം. ഈ മലയോര മേഖലയിലും മാത്രമല്ല, കാട്ടിൽ നിന്നിറങ്ങി വരുന്ന വന്യമൃഗം മനുഷ്യർ വസിക്കുന്ന സ്ഥലത്ത് വന്ന് ഉണ്ടാക്കപ്പെടുന്ന വിഷയത്തെ പരിഹരിക്കണമെന്നുള്ള ആവശ്യം എല്ലാവരുടെയും കൂടി ആവശ്യമാണ്. കൂട്ടായ പരിശ്രമമാണ് അതിനകത്ത് ആവശ്യമുള്ളത്. വന്യജീവി അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ. വർദ്ധിച്ച് 9838 ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഏത് കണക്കനുസരിച്ച് അങ്ങ് പറയുന്നത്? വന്യജീവികളുടെ ആക്രമണം കേരളത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ജനം, തിരുവനന്തപുരം.